ഹലോ, ഞാനിപ്പോൾ ഇന്നൊരു നെക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മെറ്റീരിയൽ വാങ്ങുമ്പോൾ നെക്കിൻ്റെ പാറ്റേൺ ഓൾറെഡി ഇതിലുണ്ടായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തേൻ്റെ നെക്ക് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതിലിപ്പോൾ വി ഷേപ്പിലാണ് നെക്കിൻ്റെ പാറ്റേൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കഴുത്തകലവും കഴുത്തിറക്കമൊക്കെ നമ്മുടെ സൈസുമായിട്ട് ഓക്കെ ആണെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി ഇവർ മിക്കവാറും നെക്കൊക്കെ ഡിസൈൻ ചെയ്തിടുമ്പോൾ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു നെക്ക് വിഡ്ത്തും ഇതിലൊക്കെ തന്നെയാണ് ചെയ്തിടാറുള്ളൂ. നമുക്കിതിൻ്റെ നെക്കകലം ഒന്ന് നോക്കാം. കഴുത്തകലം ഇതിപ്പോൾ ഒരു 6.75 ഉണ്ട്. അപ്പോൾ ഇത് വി നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എനിക്കൊക്കെ സാധാരണ നോർമലി നെക്കിൻ്റെ അകലം കഴുത്തകലം കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. പക്ഷേ നമ്മൾ വി നെക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 3 ഇഞ്ച് കൊടുക്കുന്നത് നമുക്ക് 4 ഇഞ്ച് വരെ വൈഡറാക്കി കൊടുക്കാം. കാരണം വി നെക്ക് എന്ന് പറയുമ്പോൾ ഇത്രയും ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ കുടുസായിട്ട് വരുന്നതല്ലേ, ഷോർട്ടായിട്ട് മറ്റേതുപോലെ നമ്മൾ യൂനെക്ക് പോലെയൊക്കെ വന്ന് അത്രയും വൈഡറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴുത്തിൻ്റെ അകലം കുറച്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിന് 6.75 വരെ ആണ് കഴുത്തകലം വരുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കഴുത്തകലം അത് തന്നെ കറക്റ്റായിട്ട് എടുക്കുകയാണ്. ഇനി കഴുത്തിൻ്റെ ഇറക്കം വരികയാണെങ്കിൽ നമ്മൾ സാധാരണ 6.5 വരെയൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് വീനെക്ക് ആയതുകൊണ്ട് നമ്മൾ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടല്ലേ വരുന്നത്, വി ഷേപ്പിൽ വൈഡായിട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 8 ഇഞ്ച് 7.5-8 ഇഞ്ച് വരെയൊക്കെ ലെങ്ത്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് വീനക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 8 ഇഞ്ച് വരെ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. ഈ നെക്ക് അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടല്ല കട്ട് ചെയ്തെടുക്കുന്നത്, നമുക്ക് ഒരു പീസ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴുത്തകലവും കഴുത്തിറക്കവും നമുക്ക് ഇതിലുള്ള സെയിം അളവ് തന്നെ എടുക്കാം. അപ്പോൾ ഈ പീസിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ നമുക്ക് കഴുത്തകലവും കഴുത്തിറക്കവും എടുത്തതിനേക്കാൾ ഒരു 2 ഇഞ്ചെങ്കിലും കൂട്ടിയിട്ടൊന്ന് എടുത്താൽ മതി. നമുക്ക് ഈ പീസിന് ടോപ്പിൻ്റെ നല്ല വശത്തൊന്ന് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മെറ്റീരിയലിലുള്ള ഈ വി നെക്ക് ഉണ്ടല്ലോ, ആ കറക്റ്റ് ആ വി നെക്കിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ നെക്കിൻ്റെ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഒരു പെന്ന് വെച്ചിട്ട്, നമുക്ക് മാർക്കറൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ, സാധാ ഒരു പെന്ന്, ജെൽ പെന്നും ഉപയോഗിക്കരുത്, സാധാ ഒരു പെന്ന് വെച്ചിട്ട് ബോൾ പെന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാണാൻ എളുപ്പമായിരിക്കും, കൺഫ്യൂഷൻ ഇല്ലാതെ കാണാം. അപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ 2 സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഭാഗവും അതേപോലെ തന്നെ താഴത്തുള്ള വി പോലുള്ള ആ കോർണർ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പും നല്ലോണം ഒന്ന് തെളിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ കറക്റ്റ് നമ്മൾ ആ വരച്ച ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോർണർ എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെമ്പോഴാണ് നമുക്ക് ആ കോർണർ കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ച് നിർത്തിയിട്ട് നമുക്ക് ബാക്കി എക്സ്ട്രാ ഉള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് തയ്യൽ തുമ്പിൽ ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് കഴുത്തപ്പുറത്തേക്ക് മറിച്ചിടുമ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കോർണറിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് കോർണറുകൾ, മൂലകൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഈ പീസിൽ നിന്ന് നമ്മൾ നെക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത ഈ പീസില്ലേ, ഇതിൽ നിന്ന് ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമുക്കൊരു 1.5 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതിൻ്റെ വക്കൊന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസിന് ടോപ്പിൻ്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ബാക്ക് പീസിൽ നെക്ക് ചെയ്തെടുക്കാം. അപ്പം ബാക്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കഴുത്തകലം കഴുത്തിറക്കമൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴുത്തകലം നമ്മൾ ഫ്രണ്ട് നെക്കിന് എത്രയാണോ എടുത്തത് ആ സെയിം തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനത്തെ മെറ്റീരിയലായതുകൊണ്ട് ഇപ്പോൾ 3 ഇഞ്ച് 3.25 ഇഞ്ച് അല്ലെങ്കിൽ അതൊന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ 3.1 3.5നേക്കാളും 1 പോയിൻ്റ് കൂടുതൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് അളന്നെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ക്യാൻവാസ് ഒപ്പം മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതേപോലെ ഒന്ന് ആദ്യം ഒപ്പം മടക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒപ്പം മടക്കിയ ക്യാൻവാസിനെ ഇതിൻ്റെ അടിയിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ടോപ്പിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗവും ക്യാൻവാസിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗവും ഒരേ ലെവലിൽ തന്നെ ആക്കി വെച്ചിട്ട് കഴുത്തകലം ഒന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കഴുത്തകലം കിട്ടും. അപ്പോൾ ഈ കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്തിറക്കം നമുക്ക് 2.5 തൊട്ട് 3 ഇഞ്ച് വരെയൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 ഇഞ്ചാണ് എനിക്ക് എടുക്കുന്നത്.
അപ്പോൾ ഇതേപോലെ ഒരു ബോക്സ് വരച്ചിട്ട് നമുക്ക് യു ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതേപോലെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. നമ്മൾ ക്യാൻവാസിൽ എപ്പോഴും നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ, നെക്കിൻ്റെ അളവുകൾ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ലൈൻ കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തുണിയിൽ ഒട്ടിച്ചെടുക്കില്ലേ, ആ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പോയിൻ്റ് പോലും വ്യത്യാസം വരില്ല. നമുക്ക് 3/4 ഇഞ്ച് വീതിയിൽ നെക്കിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ഒരു റൗണ്ടും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം, ഔട്ടർ ലൈൻ. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ 1/2 ഇഞ്ച് നിർത്തിയിട്ട് വരച്ച ലൈൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റരുത്. അത് നമുക്ക് തുണിയിൽ അയൺ ചെയ്യുമ്പോൾ ഇത് നെക്ക് വൈഡായി പോകാതിരിക്കാൻ കറക്റ്റ് അളവിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പീസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്, കട്ട് ചെയ്യാണ്ട് നിർത്തുന്നത്. ഇനി നമുക്ക് ഈ ക്യാൻവാസിനെ ഒരു പീസ് തുണിയിൽ അയൺ ചെയ്ത് കൊടുക്കാം. നമുക്കിനി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതേപോലെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് നമ്മളിങ്ങനെ നിർത്തിയില്ലേ, അതിനെ ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ക്യാൻവാസിൻ്റെ അരികിലേക്ക് ഇതേപോലെ കറക്റ്റ് എഡ്ജിലേക്ക് മടക്കി വെച്ചിട്ട് ആ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ടോപ്പിൻ്റെ സെൻറ്ററും ക്യാൻവാസിൻ്റെ സെൻറ്ററും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്യാൻവാസിൻ്റെ അരികിലൂടെ ആ ഷേപ്പ് നമ്മൾ വരച്ചില്ലേ, ആ കറക്റ്റ് ഷേപ്പിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കി എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിതിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തെടുത്ത ശേഷം ഈ നെക്ക് ലൈൻ ഉണ്ടല്ലോ, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്ക് ലൈനിൻ്റെ അരികിലൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് കഴുത്തകലവും കഴുത്തിറക്കവും നമ്മൾ കൂടുതലായിട്ടാണ് കൊടുത്തതെങ്കിലും ഇതിൽ കറക്റ്റ് സൈസിൽ തന്നെ വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ വി നെക്ക് എപ്പോഴും ചെയ്യുമ്പോൾ സാധാരണ കൊടുക്കുന്ന കഴുത്തകലത്തിനേക്കാളും കഴുത്തകലവും കഴുത്തിറക്കത്തിനേക്കാളും കൂടുതലായിട്ട് 1 ഇഞ്ചെങ്കിലും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കണം, എന്നാലാണ് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ.